ഇപ്പോഴിതാ നമ്മുടെ കരസേനാ മേധാവി ഒരു വലിയ പ്രസ്താവനയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. വളരെ അത്ഭുതം തോന്നുന്നു. അതായത് നമ്മുടെ കരസേനാ മേധാവി പ്രസ്താവന നടത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയാണ് എന്നുള്ളത് കൊണ്ടാണ് വളരെ അത്ഭുതം തോന്നുന്നു എന്ന് ഞാൻ പറയുന്നത്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയുടെ പ്രസ്താവന എന്താണെന്ന് നോക്കാം. അദ്ദേഹം നവംബർ 1-ാം തീയതി കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ രേവ ജില്ലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തത്വങ്ങളും സാങ്കേതിക ശക്തിയും ഉപയോഗിച്ച് പോരാടി എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ സൈനിക സ്ഥാപനങ്ങളെയോ ലക്ഷ്യമിട്ടിട്ടില്ല. അയൽ രാജ്യത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ നശിപ്പിച്ചത്. കരസേനാ മേധാവി തൻ്റെ സ്കൂൾ കോളേജ് സന്ദർശനത്തിനായി എത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം ട്രംപിനെയും കളിയാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റേവയിലെ TRS കോളേജിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ ദ്വിവേദി പറഞ്ഞത് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിലുള്ള വെല്ലുവിളികൾ അനിശ്ചിതത്വവും സങ്കീർണതയും നിറഞ്ഞതായിരിക്കും. മുന്നിലുള്ള ഭീഷണികൾ അസ്ഥിരവും അനിശ്ചിതത്വവും സങ്കീർണതയും അവ്യക്തതയും നിറഞ്ഞതാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളി നാളെ നമുക്ക് വലുതായിരിക്കാം, നാളെ ഇതിലും വലുതായിരിക്കാം. അതായത് ഇന്നത്തെ വെല്ലുവിളിയെക്കാട്ടിലും വലുതായിരിക്കാം നാളത്തെ വെല്ലുവിളി. അതിർത്തി സുരക്ഷയായാലും ഭീകരതയായാലും പ്രകൃതി ദുരന്തങ്ങളായാലും സൈബർ യുദ്ധമായാലും ഇതോടൊപ്പം ബഹിരാകാശ യുദ്ധം, ഉപഗ്രഹ ആക്രമണങ്ങൾ, രാസജൈവ ഭീഷണികൾ, കിംവദന്തികൾ എന്നിവയും യുദ്ധത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രസ്താവനകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ട്രംപ് ഇന്ന് എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അദ്ദേഹം നാളെ താൻ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാറുമില്ല എന്നാണ് ഇപ്പോൾ കരസേനാ മേധാവി പറയുന്നത്. അതായത് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ട്രംപ് നാളെ മാറ്റി പറയും. അതാണ് അതിൻ്റെ ചുരുക്കാർത്ഥം എന്ന് പറയുന്നത്. എന്തായാലും ഞങ്ങൾ അവരെ പോലെയല്ല. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. അതായത് ട്രംപിൻ്റെ ഈ തരത്തിലുള്ള പറച്ചിലുകളൊന്നും തന്നെ ഇന്ത്യ വീഴില്ല. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതാണ്. പാകിസ്ഥാൻ വന്ന് കാല് പിടിച്ചപ്പോൾ അത് നിർത്തിയതുമാണ്. അതായത് ട്രംപ് അതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു ധ്വനിയും അദ്ദേഹം പറഞ്ഞതിൽ ഇപ്പോൾ ഉണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.